പറയട്ടെ, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ബേത്ലഹേം എന്ന് പറയുന്ന നാട്ടിൽ, ബേത്ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പക്കൊട്ട എന്നാണ്. അവിടെ ക്ഷാമമുണ്ടായി. എവിടെയാണ്? ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവമക്കൾ ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പക്കൊട്ടയിൽ ഒരു ക്ഷാമമുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ക്ഷാമം ഉണ്ടാകാം. ഏതിനകത്ത് ക്ഷാമം ഉണ്ടാകാം? പണത്തിനകത്ത് ക്ഷാമം, ആരോഗ്യത്തിനകത്ത് ക്ഷാമം, സമാധാനത്തിന് ക്ഷാമം, സന്തോഷത്തിനകത്ത് ക്ഷാമം, ബിസിനസ്സിനകത്ത് ക്ഷാമം. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ക്ഷാമം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാവും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടന്നാലും. ഇതാ ഒരു കുടുംബത്തിന് പറ്റിയ ഒരു അപകടം, ഒരു ദുഃഖത്തിന്റെ വാർത്ത ഞാൻ വായിക്കാം. അവിടെ ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എലിമലേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എലിമലേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം മൈ ഗോഡ് ഈസ് കിങ്, എന്റെ ദൈവം രാജാവാണ്. നല്ല പേരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ ആലോചിച്ച് ചിന്തിച്ച് നല്ല അർത്ഥമുള്ള ഒരു പേരിടണം. കിങ്ങിണി കിണികിണി എന്ന് പറയുന്ന ഒരു പേരല്ല, നല്ല ഒരു പേര്. കേൾക്കാൻ കൊള്ളാവുന്നത് മാത്രമല്ല, അർത്ഥമുള്ള, സമ്പൂർണമായ ഒരു പേര് തിരഞ്ഞെടുക്കണം. ഈ മനുഷ്യൻ അങ്ങനെ നല്ലൊരു പേരിന് അർഹനായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ എലിമലേക്ക് എന്ന ഭാര്യയ്ക്ക് നവോമി എന്ന 2 പുത്രന്മാർ, മഹ്ലോൻ എന്നും കിലിയോൻ എന്നും പേര്. അവർ യഹൂദിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് എന്ന് അവിടെ താമസിച്ചു. എന്താ കാര്യം? ക്ഷാമം. ഈ മനുഷ്യർ ചെയ്തു തെറ്റായിപ്പോയി. എന്താണെന്നറിയാമോ? മോവാബ് ദേശത്ത് പോകാൻ പാടില്ല. അത് പാപികളുടെ നാടാണ്, അത് ദുർമാർഗക്കാരുടെ നാടാണ്, ശപിക്കപ്പെട്ടവരുടെ നാടാണ്. ഇതാ ഇവിടെ ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യൻ തന്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ശപിക്കപ്പെട്ട നാട്ടിൽ പോയി പാർക്കുന്നു. എന്തുപറ്റി? അടുത്ത 3-ാമത്തെ വാക്യം, എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു. തെറ്റായിട്ടുള്ള സ്ഥാനത്ത് നാം ചെന്ന് കഴിയുമ്പോൾ ദൈവം നമുക്കൊരു ടെലഗ്രാം അയക്കുവാൻ സാധ്യമുണ്ട്. എന്താ കാര്യം? നീ താമസിക്കുന്ന സ്ഥലം ശരിയല്ല, നിന്റെ വീട്ടിൽ വരുന്ന വരുമാനം ശരിയല്ല, നീ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, നിന്റെ നോട്ടം ശരിയല്ല, നിന്റെ വായന ശരിയല്ല. ദൈവം ഒരു ടെലഗ്രാം തരും. ഞാൻ പറയട്ടെ, എപ്പോഴെങ്കിലും കുഞ്ഞിന്റെ കൈയൊടിഞ്ഞാൽ, നാം ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാതെ വരുമ്പോൾ, ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ, ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എല്ലാം ദൈവത്തിൽ നിന്നാകണമെന്നില്ല. പിശാച് അപകടം കൊണ്ടുവരാം, സാഹചര്യം ചിലപ്പോൾ അപകടത്തിലാകാം. പക്ഷെ എങ്കിലും ദൈവത്തിൽ നിന്നാണോ? ഇതിവിടെ ദൈവത്തിൽ നിന്നായിരുന്നു. ആ മനുഷ്യൻ മരിച്ചത് എന്താണ്? അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ ചെന്ന് താമസിക്കുന്ന സ്ഥലം ശരിയല്ല, മടങ്ങിപ്പോകുക. നീ പട്ടിണി കാരണം അപ്പം തേടിയാണോ വന്നത്? ഇവിടെ അപ്പമുണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾ വേദപുസ്തകം വായിക്കാറുണ്ടോ? ദൈവമക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ഒരുക്കിയെടുക്കണം. ഇവിടെ ഈ മനുഷ്യൻ മരിച്ചു. ഒരു ശാപം, ഒരു ദൈവത്തിന്റെ ശിക്ഷ, ദൈവം അയച്ച ഒരു ടെലഗ്രാം അവർക്ക് കിട്ടി. പക്ഷെ അവരണിഞ്ഞില്ല. 4-ാമത്തെ വാക്യം, അവൾ 2 പുത്രന്മാരെ ശിക്ഷിച്ചു. അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ വിചാരിച്ചൊരു കാര്യം ചെയ്യാം. അമ്മ വിചാരിച്ചു, 2 ആൺമക്കളുണ്ടല്ലോ, അവരുടെ വിവാഹമൊക്കെ നടത്തി കഴിയുമ്പം, കുറച്ച് കൊട്ടും പാട്ടും ഒക്കെ ആയി കഴിയുമ്പം, കുറച്ച് നല്ല സദ്യയൊക്കെ ആയി കഴിയുമ്പോൾ, കുറച്ച് ബന്ധുക്കളും ഒക്കെ ഇവിടെ ആയി കഴിയുമ്പോൾ എന്റെ വേദനകളൊക്കെ മാറും. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് നിന്റെ വേദന മാറത്തില്ല. നിന്റെ ആദ്യം കാണിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില കൊട്ട, ചില വാദ്യം, ചില നൃത്തം, ഇച്ചിരി സദ്യ, ഇച്ചിരി കള്ള്, ഇച്ചിരി കഞ്ചാവ് ഒക്കെ ആദ്യം നിനക്കൊരു രസമായിട്ട് തോന്നിയാലും ജീവിതത്തിനകത്ത് നീ മുമ്പോട്ട് പോകുമ്പോൾ ഇതെല്ലാം വേദനയാണ്. കാരണം ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിനക്ക് ഓടിയകലുവാൻ സാധ്യമല്ല. ഈ സ്ത്രീ വിചാരിച്ചു, എന്റെ മക്കളുടെ വിവാഹമൊക്കെ കഴിയുമ്പോൾ, ഞങ്ങൾ അങ്ങനെ മരുമക്കളുമായിട്ട് താമസിക്കുമ്പോൾ എന്റെ വേദനയൊക്കെ മാറിയേക്കാം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ടല്ലാതെ നിന്റെ വേദന മാറത്തില്ല. ബാക്കിയുള്ളതൊക്കെ ടെമ്പററിയാണ്, താൽക്കാലികമാണ്. സ്ഥിരമായിട്ടുള്ള നിന്റെ സമാധാനം, സ്ഥിരമായിട്ടുള്ള നിന്റെ ആനന്ദം, സ്ഥിരമായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് അവള് 2 മരുമക്കളെ, അതും തെറ്റാണ്. 1, മോവാബ് ദേശത്ത് പോയത് തെറ്റ്. 2, മോവാബ്യരുമായിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുമായിട്ടാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ?
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന ഭാര്യ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറയട്ടെ, ഗൾഫുകാരെ മാത്രം നോക്കി പോകരുത്, പണം മാത്രം നോക്കി പോകരുത്. നാളെ എന്റെ മകള് മരുമോനെ അവിടെ ഭർത്താവിനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുമെന്ന് പറയരുത്. രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ഉറപ്പുവരുത്തണം. ഈ അമ്മായിമ്മ മഠയത്തരം കാണിച്ചു. ആരുമായിട്ട് വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരുമായിട്ട് ഒരു വിവാഹം നടന്നു. 5-ാമത്തെ വാക്യം, പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ മകൻ മരിച്ചു. ദൈവം 2ാമതൊരു ടെലഗ്രാം കൊടുക്കുകയായിരുന്നു. എന്താണ്? നവോമി, നീ പോയിരിക്കുന്ന സ്ഥലം ശരിയല്ല, നീ പാർക്കേണ്ടിടത്തല്ല പാർക്കുന്നത്, നീ ബേത്ലഹേമിൽ നിന്ന് വന്നതാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലത്ത് നിന്ന് വന്നതാണ്, നീ അപ്പക്കൊട്ടയിൽ നിന്ന് വന്നതാണ്. അവിടെ നിനക്ക് ആരാധനയുണ്ടായിരുന്നു, അവിടെ നിനക്ക് പാട്ടുണ്ടായിരുന്നു, അവിടെ നിനക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ എല്ലാം നിന്നുപോയി. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും. എന്റെ ചോദ്യങ്ങളൊക്കെ ഉടക്കിടുന്ന ചോദ്യങ്ങളാണ്. പണ്ട് നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, പണ്ട് നീ ദൂരെ വരെ നടന്നു പോകുമായിരുന്നു വേദപുസ്തകമായിട്ട്. കാറ്റായാലും മഴയായാലും വെയിലായാലും ഏത് സാഹചര്യത്തിൽ നീ പോകുമായിരുന്നു. ഇന്നോ കുറച്ച് പണം കൂടിക്കഴിഞ്ഞപ്പോൾ, ജീവിത സൗകര്യം കൂടിക്കഴിഞ്ഞപ്പോൾ, മകൻ ഗൾഫിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഭർത്താവിന് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നിന്റെ പ്രാർത്ഥന മുടങ്ങിപ്പോയോ? നവോമിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുതോ? എന്ത് പറ്റി? 2ാമത് ദൈവം ഒരു ടെലഗ്രാം അയച്ചു. മൂത്ത മകൻ മരിച്ചു. എന്നിട്ടും അവൾ അനങ്ങിയില്ല. 3ാമതും ദൈവം ഒരു ടെലഗ്രാം അയക്കേണ്ടി വന്നു. എന്റെ ശബ്ദം കേൾക്കുക സുഹൃത്തെ, ദൈവത്തെ നീ നിർബന്ധിപ്പിക്കരുത്. ദൈവം വീണ്ടും 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 ടെലഗ്രാം അയക്കുവാൻ. ആദ്യത്തെ ടെലഗ്രാം വരുമ്പോൾ ദൈവത്തിന് ശ്രദ്ധിക്കുക, ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുക. എവിടെ നിന്നാണോ ഇറങ്ങി വന്നത്, എവിടെ നിന്നാണോ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്, അവിടേക്ക് മടങ്ങിപ്പോയി ദൈവവുമായിട്ടൊരു ബന്ധം പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് പോകുക. 6-ാമത്തെ വാക്യം, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. നല്ലൊരു വാക്യം. 3 വിധവമാർ. ആദ്യം പോയത് സന്തോഷത്തോടുകൂടിയായിരുന്നു. ആഹാരം തേടിപ്പോയത് ആനന്ദിച്ചുകൊണ്ടായിരുന്നു. ആഹാരം തേടിപ്പോയത് ഞാൻ അവിടെ ചെല്ലും, ഞാൻ അവിടെ പാർക്കും, രൂപ ഉണ്ടാക്കും, നല്ല ആഹാരമൊക്കെ കഴിക്കുമെന്ന് വിചാരിച്ച് സമ്പന്നതയുടെ നാട്ടിലേക്ക് പോയതാണ്. ദൈവത്തെ വിട്ടകന്ന് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു, മൂത്ത മകൻ മരിച്ചു, 2ാമത്തെ മകൻ മരിച്ചു. 3 മരണം. അവസാനം 3 വിധവമാർ മാത്രം ശേഷിച്ചു. ആ സമയത്ത് അവർക്ക് ബുദ്ധി വന്നു, ഞാൻ ആയിരിക്കുന്ന സ്ഥലം ശരിയല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ല, ഞാൻ മടങ്ങിപ്പോയേ മതിയാകത്തുള്ളൂ, എന്റെ അനുഗ്രഹം ദൈവത്തിന് മാത്രമേ തരാനൊക്കത്തുള്ളൂ. 10 വർഷം കഴിഞ്ഞപ്പോൾ അവൾ കേട്ടു, ഞാൻ എവിടെ നിന്നാണോ വന്നത്, അപ്പക്കൊട്ടയുടെ നാട്ടിൽ നിന്നും ബേത്ലഹേമിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോരുന്നു, ഇതാ ദൈവം അവരെ സന്ദർശിച്ചിരിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുക പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസം വരും. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നിന്നെ ദൈവം സന്ദർശിച്ചില്ല എന്ന് വരാം, ദീർഘനാൾ കാത്തിരുന്ന് വരാം. പക്ഷെ എന്റെ ദൈവം നിന്നെ ഓർക്കുന്ന ഒരു സമയം വരും. അതുകൊണ്ട് മടങ്ങിപ്പോകരുത്, അതുകൊണ്ട് തെറ്റായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകരുത്, ദൈവത്തിലേക്ക് മാത്രം നോക്കണം. എന്റെ ദൈവം നിന്നെ ഓർക്കുന്ന ദിവസം വരുമെന്ന് ഞാൻ നിന്നോട് പറയുകയാണ്. അതെ, നിന്നോട് പറയുക. നിന്റെ ദൈവം മറന്നു എന്ന് നീ വിചാരിച്ചേക്കാം. ഇല്ല, എന്റെ ദൈവം മറക്കുന്നവനല്ല. അല്പനേരത്തേക്ക് അവൻ മുഖം തിരിച്ചെന്ന് വരാം, അല്പനേരത്തേക്ക് എന്നെ ഗൗനിച്ചില്ല എന്ന് വരാം. എങ്കിലും ദൈവത്തിൽ ആരാണോ പ്രത്യാശ വെച്ചിരിക്കുന്നത് അവരെ ഓർക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം നിന്നെയും സന്ദർശിക്കും. അതുകൊണ്ട് അവളെ തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു.